മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുവാനുള്ള ചർച്ചയിൽ മുൻ KPCC അധ്യക്ഷൻ കെ മുരളീധരന്റെ അഭിപ്രായവും ഹൈക്കമാൻഡ് തേടുന്നുണ്ട്. 3 നേതാക്കളിൽ ആർക്കൊപ്പമായിരിക്കും മുരളീധരൻ നിൽക്കുക? KC വേണുഗോപാലുമായുള്ള മുരളീധരന്റെ ബന്ധം എങ്ങനെയാണ്? പരിശോധിക്കാം. KC വേണുഗോപാൽ, കെ മുരളീധരൻ കോൺഗ്രസിലെ തലയെടുപ്പുള്ള 2 നേതാക്കൾ. മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകൾ തുടരുന്നതിനിടെയാണ് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും മുൻ KPCC പ്രസിഡന്റും വട്ടിയൂർക്കാവ് MLAയുമായ കെ മുരളീധരനും തമ്മിലുള്ള ബന്ധം വീണ്ടും രാഷ്ട്രീയ ചർച്ചയാകുന്നത്. വ്യക്തിപരമായ ശത്രുതയല്ല, മറിച്ച് ഗ്രൂപ്പ് രാഷ്ട്രീയവും അധികാരമോഹവും തന്നെയാണ് ഇരുവരുടെയും ബന്ധത്തെ നിർണയിക്കുന്നത്. കരുണാകരന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പ്രതിനിധിയായി ഉദയം ചെയ്ത മുരളീധരൻ ഏറെക്കാലം സംഘടനാതലത്തിൽ പിന്നണിയിലായിപ്പോയി. അക്കാലയളവിൽ KC വേണുഗോപാലാകട്ടെ ദേശീയ നേതൃത്വത്തിൽ നിർണായക സ്വാധീനമുള്ള നേതാവായി. ഇവർ തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ചത് ഇക്കാലയളവ് തന്നെയാണ്. 2001 കരുണാകരൻ മുഖ്യമന്ത്രി പദം AK ആന്റണിക്ക് വിട്ടുകൊടുത്തപ്പോൾ 43-കാരനായ മുരളീധരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തെത്തി. ആ 3 വർഷക്കാലം സംഘടനാപരമായ ഊർജ്ജസ്വലതയ്ക്കും മികച്ച നേതൃപാടവത്തിനും കോൺഗ്രസ് രാഷ്ട്രീയം സാക്ഷിയായി. 2005 കരുണാകരന്റെ കാലടികൾ പിന്തുടർന്ന് പാർട്ടി വിട്ട് DICK രൂപീകരിച്ചതോടെ മുരളിയുടെ രാഷ്ട്രീയ കരിയറിൽ വലിയ ഇടവേള തുടങ്ങി. കരുണാകരന്റെ മരണശേഷം 2011 കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല മുരളിയെ വിശ്വാസത്തിലെടുത്തില്ല. പാർട്ടിയിലെ കരുണാകരൻ വിഭാഗത്തിന്റെ പിന്തുണ ചെന്നിത്തലയ്ക്കായിരുന്നു. മുരളിക്കൊപ്പം കരുണാകരപക്ഷക്കാർ അന്ന് ചേർന്നു നിന്നില്ല. 1.5 പതിറ്റാണ്ടോളം പദവികളില്ലാതെ മുരളീധരൻ ഒറ്റയാനായി കഴിഞ്ഞു. ഇക്കാലത്ത് KC വേണുഗോപാൽ രാഷ്ട്രീയത്തിൽ പടികൾ ചവിട്ടിക്കയറി. ആലപ്പുഴ MLA, MP, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ. അങ്ങനെ കോൺഗ്രസ് നേതൃത്വം KC വേണുഗോപാലിനെ കൈപിടിച്ചുയർത്തി. KC വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിൽ നിർണായക സ്വാധീനമുള്ള നേതാവായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മുരളീധരനെ മാറ്റിയ തീരുമാനം പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായിരുന്നു. തൃശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിച്ചതോടെ മുരളീധരന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് തിരിച്ചടിയേറ്റുവെന്ന വിമർശനവും ഉയർന്നു. ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കടുകട്ടി മണ്ഡലം തന്നെ നൽകി. ത്രികോണ പോരാട്ടം കണ്ട വട്ടിയൂർക്കാവിൽ 2796 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. LDF സ്ഥാനാർത്ഥി VK പ്രശാന്തും മുരളീധരനും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ജയൻ കില്ലർ എന്ന മുരളിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റ കാഴ്ച. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഗ്രൂപ്പ് ധ്രുവീകരണം ശക്തമാകുന്നതിനിടെ മുരളീധരൻ ഏത് പക്ഷത്താകും നിലയുറപ്പിക്കുകയെന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ മുരളീധരൻ ഒരേ സമയം നയപരമായ പിന്തുണ നൽകുകയും നിശബ്ദ അകലം പുലർത്തുകയും ചെയ്യും എന്ന് വേണം കരുതാൻ. VD സതീശനോ രമേശ് ചെന്നിത്തലയോ അധികാരത്തിലെത്തിയാൽ ചിത്രം മാറും. VD മുഖ്യമന്ത്രിയെങ്കിൽ പ്രധാന വകുപ്പിൽ മന്ത്രിയാകും. ചെന്നിത്തല വന്നാലും പ്രാധാന്യത്തോടെ പരിഗണിക്കും. കെ മുരളീധരന്റെ രാഷ്ട്രീയ ഭാവി എങ്ങോട്ടെന്നതിന്റെ കൃത്യമായ ദിശാസൂചികയാകും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. പൊളിറ്റിക്കൽ ഡെസ്ക്, ബിഗ് TV.